സുന്ദരിയായ ഒരു ആങ്കറിനെ കണ്ടപ്പോൾ ഒരു ഈഗോ. കൗണ്ടർ പറയാൻ അറിയത്തില്ല, ബിഗ് ബോസ് വെളിയിൽ പോയത്. ഓക്കെ, സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് താരങ്ങളെയാണ് നമ്മൾ ഇന്ന് ആത്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് താരങ്ങൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടത്തിനിടയിലേക്ക് ഞാനൊന്ന് ഇടിച്ചു കയറാൻ പോവാണ്. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. വൺ ടു ടോക്സിൽ നിന്നുമാണ്. അപ്പം എനിക്കറിയാം ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ആരാധകരുള്ള കഥാപാത്രങ്ങളും താരങ്ങളുമാണ് നിങ്ങളൊക്കെ. അപ്പം അല്ല, പക്ഷെ അത് അങ്ങനെ ആയതുകൊണ്ടാണ്. രഞ്ജിത്തേന്റെ കഥാപാത്രമല്ല, രഞ്ജിത്തേനെ ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് മതി ഞങ്ങൾക്ക് ഓർക്കാൻ. തോറ്റു. പിന്നെ ശരത്തേന്റെ വെടിയുണ്ട കണ്ട ഒരൊറ്റ എപ്പിസോഡ് മതി ഞങ്ങൾക്ക് ഓർക്കാൻ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, വേറൊരു സുന്ദരിയായ ഒരു ആങ്കറിനെ കണ്ടപ്പോൾ ഒരു ഈഗോ. പോട്ടെ, സാരില്ല. ചേട്ടാ നമസ്കാരം. ചുമ്മാ കണ്ടന്റ് കിട്ടിയില്ലേ? ഓക്കെ, ശരി. ഇന്ന സന്തോഷം. എന്തായാലും അത് കിട്ടാത്തതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ വലിയൊരു നമസ്കാരം. ആത്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റുകളാണ്. സ്പെഷ്യലി ഇതുപോലൊരു ഗെറ്റ് ടുഗെദറാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ സന്തോഷം ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ ആദ്യം പറയട്ടെ, ഈ 4 പേര് ഞങ്ങൾ ഇപ്പൊ ചേർന്ന് കഥ പറയുന്നില്ലേ, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കഴിഞ്ഞ വർഷം കണ്ടതാ. ഇപ്പൊ ഈ വർഷമാണ്. ഇടയ്ക്ക് ഞങ്ങൾ 1-2 പേരുണ്ട് കാണാനേ പറ്റുള്ളൂ. ഞങ്ങളെ മിക്കവാറും എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്. വേറെ പണിയില്ലല്ലോ, കണ്ടോളാം. ഭയങ്കര തിരക്കാ. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അതിശയമായിരിക്കും. ഇവർ ഒരേ ഇൻഡസ്ട്രിയിൽ അവർ എന്നും കാണുന്നു. പക്ഷേ ശരത്തേട്ടൻ ചെയ്യുന്ന സീരിയലിൽ ചിലപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ടാവില്ല, ശരത്തേട്ടനെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ടുപേരും ഹോം ടൗൺ ട്രിവാൻഡ്രമാണ്. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഇയർലി കാണുന്ന മീറ്റിങ്ങിലാണ് കാണുന്നത്. ഞാൻ ചെയ്യുന്ന സീരിയലിന്റെ ചെമ്പനീർ ഹിറ്റായിട്ട് പോകുന്ന സീരിയൽ എല്ലാവർക്കും അറിയാം. ആ സീരിയലിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് മൈക്ക് കണ്ടാലും എന്നെ പറ്റി അടിച്ചു പോകണം എന്ന് പറഞ്ഞു. താങ്ക് യുടാ. അടുത്ത സീരിയൽ എന്തെങ്കിലും വിഷം ഉണ്ടോ? അല്ലല്ല, എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഫേസ്ബുക്കിലാണ് പരസ്പരം നമ്മൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. പേര് ഏഞ്ചൽ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പോഴുള്ള ആ സന്തോഷമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്നു. നമ്മളിപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും വന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ റെഡി വിളിച്ചോ അത് കേൾക്കും നമ്മളെ കാതിൽ ഇങ്ങനെ. റെഡി അവരെ വിളിച്ചോ. വലിയ ബുദ്ധിമുട്ട് പോലെയാണ്. ഇന്നത്തെ ദിവസം ആ റെഡി അവരെ വിളിച്ചോ അതില്ല. ഇന്നത്തെ ദിവസം ഫുൾ ഞങ്ങൾക്കുള്ളതാണ്. ഒരു ലിമിറ്റേഷൻസോ ബെല്ലോ അല്ലെങ്കിൽ അന്നത്തെ എണീക്കുവാ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞത് ആ ഒരു സന്തോഷമാണ്. അതെ, കഴിഞ്ഞ പറഞ്ഞു ചേട്ടാ, ഞാൻ ഒരു ഹാപ്പിനെസ് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞോടുകൂടി ഈ ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും. റെഡി സഹിക്കാൻ വയ്യ. ആ ഡയലോഗ് കട്ട് ചെയ്തു. ബാക്കി കൗൺസിലിൽ ഞാൻ പറയുന്നുണ്ട്. ചേട്ടാ, ആസ് എൻ ആക്ടർ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ആസ് എൻ ആക്ടർ ഒരു പ്രൊഡ്യൂസറൂടെയാണ്. സോ അതിൻ്റെ ഒരു 2 കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതും കൂടെ നമുക്കൊന്ന് ഡിഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? അതങ്ങനെ ഉണ്ടെങ്കിൽ ഒരെണ്ണം പൈസയ്ക്കും ഒരെണ്ണം പൈസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കാനും. അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ആക്ടേഴ്സിനോട് എല്ലാം പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം എങ്കിലും ഒരു ആക്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. എങ്കിലും ഈ പ്രൊഡക്ഷന്റെ പെയിൻ അറിയാൻ പറ്റുള്ളൂ. മറ്റേത് ഇതുപോലെ ചില ആൾക്ക് റെഡി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നത് ഏതാ. അതിന്റെ യവനാണ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലേ 4 സൈഡ് കോളാൻ വെച്ചിട്ട് റെഡി പറഞ്ഞുകൊണ്ടിരിക്കും. ആരും പറയും ഒന്നെ പറയും. അപ്പൊ അതാണ് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതല്ലാണ്. ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് ഒരു വേഷമെങ്കിലും ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് അഭിനയിപ്പിക്കണം. അല്ലല്ല, ഇത് അഭിനയിക്കാൻ തുടങ്ങിയിട്ട് 27 വർഷമായി. അത് ഇയാൾ എന്റെ പറയാൻ പറ്റില്ല. പോയി ഇതൊരു വലിയ ചുമ്മാ അല്ല. ബിഗ് ബോസ് 2ാം ദിവസം വെളിയിലായി. ഞങ്ങൾ സന്തോഷിക്കാൻ ഇവിടെ വന്ന ഈ മൈക്കുമായിട്ട് വന്ന് ഞങ്ങൾ അടിച്ചു പിടിക്കും. അതല്ല, ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സന്തോഷം. പരസ്പരം ട്രോളി. കൗണ്ടർ പറയാൻ അറിയത്തില്ല, ബിഗ് ബോസ് വെളിയിൽ പോയത്. വിളിച്ചിട്ട് പോകുന്നില്ല, അകത്തോട്ട് കയറാനേ പറ്റുന്നില്ല. ചേട്ടൻ അതിന്റെ പടിവാതിക്കൽ വരെ പോയി, നമ്മള് പോയില്ലല്ലോ. ഒരിക്കലും നമുക്ക് അഭിനയവും പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. ചില ആൾക്കാർ പറയുന്നത് ബിഗ് ബോസിന്റെ 7 ഞാൻ പോകത്തില്ല, അടുത്ത പ്രാവശ്യം അപ്പൊ എന്തായാലും ഇവരുടെ ഈ ഒരു സന്തോഷവും പരസ്പരമുള്ള ട്രോളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കൂടെ ഉള്ളത് ആത്മയുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കൂടിയുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ഇത് 2006 തുടങ്ങിയ ഒരു സംഘടനയാണ്. അതിൻ്റെ 22ാമത് വാർഷികമാണ് നടക്കുന്നത്.
കെ.വി. ഗണേഷ് കുമാറാണ് ഇതിൻ്റെ ചെയർമാൻ, പ്രസിഡൻറ്റ്. പിന്നെ ദിനേശ് പണിക്കർ ജനറൽ സെക്രട്ടറി, ഞാൻ സെക്രട്ടറി, എൻ്റെ പേര് പൂജപ്പുര രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി നമുക്ക് ഓരോരുത്തർക്കും അന്ന് തൊട്ട് ഇതിൻ്റെ ഈ എന്തു പറയാൻ നമ്മുടെ ഹൃദയം പോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ കാര്യം തിരക്കലും അന്വേഷിക്കലും അതിൻ്റേതായ അവർക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും ഒക്കെയാണ് ഇതിൻ്റെ ഇത്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഏകദേശം 700 പേര് ഉണ്ട്. ഈ ആളുകളുടെ എല്ലാം വെൽഫെയർ നോക്കുക എന്നുള്ളതാണ് ആത്മയുടെ ലക്ഷ്യം. ആത്മ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്. മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അഭിനേതാവ്, ആങ്കർ, എന്താ പറയുക, പിന്നെ യൂട്യൂബിൽ കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണ്, ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ പറയേണ്ടതെന്ന്. ചേച്ചി ഒരുപാട് സന്തോഷം. ഇവിടെ വേറെ ടാഗ് എത്തിയിരിക്കുകയാണ്, ഐഫ പ്രസൻസ് ആത്മ സ്റ്റാർ ഉത്സവ്. അപ്പൊ പറയൂ പാർവതി കുട്ടി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താണ്, സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. കാരണം ഫാമിലി മെമ്പേഴ്സ്, കാരണം എനിക്കൊന്ന് 10 years ബാക്കാണ് ഞാൻ ലാസ്റ്റ് ഒരു സീരിയൽ ചെയ്തത്. ബട്ട് സ്റ്റിൽ എല്ലാ വർഷവും ഇതുപോലെ ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരോടുള്ള റിലേഷൻഷിപ്പ് നമുക്കിങ്ങനെ ഒന്ന് പുതുക്കാൻ പറ്റുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവരും കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അത് വലിയൊരു സന്തോഷമാണ്. ആൻഡ് ഇപ്പം 10 വർഷങ്ങൾക്ക് മുന്നേ സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുമ്പം ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണ്? എല്ലാവരും വരുന്നു, കൂടുന്നു, സന്തോഷം എന്നതിനേക്കാൾ ഉപരിയുള്ളൊരു സന്തോഷം എന്താണ്? എക്സ്ട്രാ ഒരു ആഡ് ഓൺ എന്തായിരിക്കും? ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇതുപോലെ ഈ പറയുന്ന പോലെ സീരിയൽസ് ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ വീട്ടിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൂടുതലായതുകൊണ്ട് അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാകും. പക്ഷെ എന്നാലും ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവരെ കാണുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. ആൻഡ് ഇന്ന് എന്തൊക്കെയോ പുതിയ പുതിയ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പം അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട ലിസി ചേച്ചിയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സീരിയലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ലിസി ചേച്ചി പറയൂ, എന്താണ് സന്തോഷം എന്ന് കേൾക്കട്ടെ. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഇയാളെ കണ്ടതാ. കാരണം 8 മാസങ്ങൾക്ക് ശേഷം കാണുന്നതാ. എപ്പോഴും ഓർക്കും, പക്ഷെ എന്നാലും ഞാൻ അവിചാരിതമായിട്ട് ഇവിടെ കാണുന്നു പ്രതീക്ഷിച്ചില്ല. പിന്നെ എല്ലാ മെമ്പേഴ്സിനെയും കാണുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. കാരണം സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും എല്ലായ്പ്പോഴും കാണണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസരങ്ങൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. എല്ലാവരെയും കാത്തിരിക്കുക ഓരോ വർഷം കാണാൻ വേണ്ടിയിട്ട്. ആൻമീര ചേച്ചി ആദ്യമായിട്ടാണ്, ഒരുപാട് സീരിയലുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നെങ്കിൽ പോലും ഞാൻ പേഴ്സണലി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആദ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ അല്ലേ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോൾ എന്താണ് ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ളത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഫസ്റ്റ് ടൈം വരുന്നതിൻ്റെ എത്രയാന്ന് പറഞ്ഞാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷം കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. എല്ലാവരുമായിട്ട് നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറേ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് സന്തോഷമുണ്ടല്ലോ. ഒരു ദിവസം ഫുൾ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് അത് കിട്ടത്തില്ല നമുക്ക്. എന്നുവെച്ചാൽ എല്ലാവരും പല പല സീരിയലുകളിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് ഈ മീറ്റിങ്ങിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആത്മയിൽ അംഗത്വം എടുത്തത് തന്നെ. അതെ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. അപ്പൊ അടിപൊളിയാവട്ടെ. ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴും മെമ്മറബിൾ ആയിരിക്കട്ടെ കേട്ടോ. താങ്ക് യു വെരി മച്ച്.